ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര അവഗണനകൾ എണ്ണിപ്പറഞ്ഞ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ബജറ്റ് പുസ്തകത്തിന്റെ കവർ പേജിൽ ഭരണഘടനയുടെ ചിത്രം ഉൾപ്പെടുത്തിയത് കേന്ദ്രത്തിനെതിരായ വിമർശനത്തിന്റെ വ്യക്തമായ സന്ദേശമായി. അവഗണന തുടരുകയാണെങ്കിൽ പ്ലാൻ ബി നടപ്പാക്കും. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സ്വന്തം നിലയ്ക്ക് പ്രതിപക്ഷം സമരം ചെയ്യണമെന്നും ധനമന്ത്രി അഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് അവതരിപ്പിച്ച ബജറ്റിൽ കൃത്യമായ രാഷ്ട്രീയമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. കേന്ദ്ര സർക്കാർ ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കുന്നുവെന്ന വിമർശനത്തിനിടെ ബജറ്റിന്റെ കവർ ചിത്രമായി ഉൾപ്പെടുത്തിയത് ഭരണഘടന തന്നെ. സംസ്ഥാനത്തിന്റെ കടുത്ത ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്ന് പറഞ്ഞായിരുന്നു ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ പ്രസംഗത്തിന്റെ തുടക്കം. അതിനു മുന്നിൽ കേരളം തളരില്ലെന്ന് പ്രഖ്യാപനം. കേന്ദ്ര സർക്കാരിന്റെ ശത്രുതാപരമായ സമീപനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുകയാണ്. കേന്ദ്രത്തിന്റെ സമീപനത്തിൽ പരിതപിച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല കേരളം തയ്യാറാവേണ്ടത്. പകരം തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ എന്ന ശക്തമായ വികാരത്തോടുകൂടി നമുക്ക് മുന്നേറാൻ കഴിയണം. നടപ്പ് സാമ്പത്തിക വർഷമാണ് കേന്ദ്രത്തിന്റെ അവഗണന പാരമ്യത്തിലെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേന്ദ്രത്തിന്റെ അവഗണനയിൽ അയവ് വരുമെന്ന പ്രതീക്ഷയും ധനമന്ത്രി പങ്കുവച്ചു. നടപ്പ് വർഷം 2023-24 ആണ് കേരളത്തോടുള്ള അവഗണന അതിന്റെ പാരമ്യത്തിലെത്തിയത്. സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടവും കോടതിക്ക് പുറത്ത് നടത്തുന്ന രാഷ്ട്രീയ സമരവും കാര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ നിലപാടിൽ അയവ് വരുമെന്ന് പ്രവചിക്കുന്ന വിദഗ്ധന്മാരുണ്ട്. കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. PMAY ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ബ്രാൻഡിംഗ് നൽകണമെന്ന നിബന്ധന ഗുണഭോക്താക്കൾക്ക് അഭിമാനക്ഷതം ഉണ്ടാക്കുന്നുവെന്ന് സംസ്ഥാനം നിലപാടെടുത്തതോടെ വിഹിതം അനുവദിക്കുന്നതിൽ നിന്ന് കേന്ദ്രം പിന്നോട്ടു പോകുകയാണെന്നും ധനമന്ത്രി വിമർശിച്ചു. PMAY, ഗ്രാമീൺ, അർബൻ എന്നീ പദ്ധതികൾക്ക് ബ്രാൻഡിംഗ് നൽകണമെന്ന കേന്ദ്ര നിബന്ധന ഗുണഭോക്താക്കൾക്ക് അഭിമാനക്ഷതം ഉണ്ടാക്കുന്നതായാൽ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ചുള്ള വ്യത്യസ്തത അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അർഹതപ്പെട്ട വിഹിതം അനുവദിക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോവുകയാണ്. അത് കാരണം ഈ പദ്ധതിക്കുള്ള കേന്ദ്ര വിഹിതം കൂടി സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ട അവസ്ഥയിലാണുള്ളത്. വീട് ലഭിക്കുന്നവരുടെ വ്യക്തിത്വം അടിയറ വയ്ക്കുന്ന നയങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല. കേന്ദ്ര അവഗണന തുടരുകയാണെങ്കിൽ പ്ലാൻ ബി വേണ്ടിവരുമെന്ന് വ്യക്തമാക്കിയ ധനമന്ത്രി കേന്ദ്ര അവഗണന ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയ പ്രതിപക്ഷം സ്വന്തം നിലയിൽ സമരം ചെയ്യാൻ ഇനിയെങ്കിലും തയ്യാറാകണമെന്നും വിമർശിച്ചു. സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ പോലും കേന്ദ്ര അവഗണനയുണ്ട് എന്ന് അംഗീകരിക്കുന്നു. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ ഞങ്ങളോടൊപ്പം ചേരാൻ തയ്യാറല്ലെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷവും അവഗണനയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. ഇത് സ്വാഗതാർഹമാണ്. വൈകിയാണെങ്കിലും കേരളത്തോടുള്ള അവഗണന പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട്. സർ, ഇത് ജനങ്ങളെയാകെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് കണ്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ചെയ്യാൻ സ്വന്തം നിലയ്ക്കാണെങ്കിലും പ്രതിപക്ഷവും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ട്രഷറിയിൽ പൂച്ച പെറ്റുകിടക്കുന്നുവെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ദുഷ്ടലാക്കോടെയാണെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യത്തിൽ ഒരു വെട്ടിക്കുറയ്ക്കലും വരുത്തില്ലെന്നും വികസന പ്രവർത്തനങ്ങൾ തുടരുമെന്നും ധനമന്ത്രി. ഭരണഘടനയുടെ ആമുഖം ബജറ്റ് പുസ്തകത്തിന്റെ കവർ പേജിൽ ഉൾപ്പെടുത്തിയും ബജറ്റ് പ്രഭാഷണത്തിലുടനീളം കേന്ദ്ര സർക്കാരിനെതിരായ അതിരൂക്ഷമായ വിമർശനം തുടർന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ലക്ഷ്യം വെക്കുന്നത് കേന്ദ്രവിരുദ്ധ സമരത്തിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ തന്നെ. നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.